പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പാലയിലേക്കാണ് പോകുന്നത്. പാലയിൽ നിർണായക നീക്കത്തിനൊടുവിൽ അവിടെ പുളിക്കക്കണ്ടം കുടുംബത്തിലെ ദിയ പുളിക്കക്കണ്ടം കുടുംബത്തിലെ ഇളമുറക്കാരിയാണ്, കൗൺസിലറാണ്. സുപ്രധാന നാടകീയ മുഹൂർത്തങ്ങളൊക്കെ തന്നെ അവിടെ അരങ്ങേറിയാണ് ഒടുക്കം ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ ദിയ പുളിക്കക്കണ്ടം എത്തുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് എന്നുള്ളതാണ്. 26 അംഗ സമിതിയിൽ അവിടെ LDF-ന് 12 കൗൺസിലറാണ് വിജയിച്ച് കയറിയത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. UDF-ന് 10 കൗൺസിലറാണ്. അങ്ങനെ ബാക്കിയുള്ള 4 കൗൺസിലർമാർ അത് സ്വതന്ത്രരാണ്. ആ സ്വതന്ത്രരിൽ 3 പേർ പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്നാണ്. അതായത് ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾ ദിയ ബിനു പുളിക്കക്കണ്ടം, ഒപ്പം ബിനു പുളിക്കക്കണ്ടത്തിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം. അങ്ങനെ ഇവർ 3 പേരും ജയിച്ചു കയറിയതാണ്. അവിടെ പല നീക്കങ്ങൾ ഉണ്ടായതാണ്. ഇതിൽ ഈ പുളിക്കക്കണ്ടം കുടുംബത്തിൽ തന്നെ പിന്നീട് CPIM പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു ചരിത്രം ഈ സഹോദരന്മാർക്ക് പറയാനുണ്ട്. ഈ സഹോദരന്മാരിൽ ഒരാൾക്ക് പറയാനുണ്ട്. പിന്നീട് ബിനു അല്ലെങ്കിൽ മറ്റൊരു സഹോദരനെ നോക്കുമ്പോൾ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു സഹോദരനാണ്. പിന്നീട് അവർ സ്വതന്ത്രരായി മത്സരിക്കുകയാണ്. ജോസ് കെ മാണിക്കെതിരെ കടുത്ത രീതിയിലുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അവർ അവിടെ ആ പാല മുനിസിപ്പാലിറ്റിയിൽ അവർ മത്സരിച്ചത്. ഒടുക്കം അവർ വിജയത്തിലേക്ക് എത്തിയപ്പോൾ പോലും നിർണായക നീക്കം നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പാല മുനിസിപ്പാലിറ്റിയിലെ ട്രംപ് കാർഡ് ആയിരിക്കുന്ന ഒരു കുടുംബമാണ് പുളിക്കക്കണ്ടം കുടുംബം എന്നുള്ളത്. അപ്പോൾ പിന്നീട് മുന്നണികളുമായി നടത്തിയ ചർച്ചയിൽ അവർ ഉയർത്തിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ദിയ ബിനു പുളിക്കക്കണ്ടത്തിന്റെ പിതാവായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടം ഉയർത്തിയ ഒരു ആവശ്യം എന്ന് പറയുന്നത് തങ്ങൾ പിന്തുണയ്ക്കാം, പക്ഷേ മകൾക്ക് വനിതാ സംവരണം ഉള്ളതാണ് അവിടുത്തെ പാല മുനിസിപ്പാലിറ്റി ഈ ഒരു ചെയർപേഴ്സൺ സ്ഥാനം എന്നുള്ളത്. അപ്പോൾ തൻ്റെ മകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കാം എന്നുള്ളതായിരുന്നു. ഒപ്പം 3 പേർ ഈ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേർ, പിന്നെ ഒരാൾ കൂടിയുണ്ട്, മായ രാഹുൽ. അവരും കൂടി UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. കാരണം 14 പേരുടെ പിന്തുണയോടുകൂടിയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം പാല മുനിസിപ്പാലിറ്റിയിലേക്ക് ചെയർപേഴ്സണായി അധികാരമേറ്റിരിക്കുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതാണ് അവിടുത്തെ പാലയിലെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഈ കേരള കോൺഗ്രസ് എമ്മിനെതിരെ കടുത്ത ആരോപണം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അത് LDF-ന് കടുത്ത രീതിയിൽ ഒരു തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണി LDF-ൽ നിന്ന് പുറത്തിറങ്ങുമോ അല്ലെങ്കിൽ UDF-ലേക്ക് ചേക്കേറുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടി ഉണ്ടായതിലൂടെ തന്നെ LDF-ന് ഇടതുപക്ഷത്തിന് പാലയിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തിരിച്ചടിക്ക് ആ തിരിച്ചടി നൽകാൻ മുന്നിൽ നിന്ന് പട നയിച്ചത് ഈ പുളിക്കക്കണ്ടം കുടുംബമാണ് എന്നുള്ളതും കൂടി വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ആ ആരോപണങ്ങൾക്കൊക്കെ വിത്തിട്ടത് ഈ പുളിക്കക്കണ്ടം കുടുംബമാണ്. അവരുടെ ആ ഒരു ആരോപണ ശരങ്ങളാണ്. ആ ആരോപണ ശരങ്ങൾ കൃത്യമായി ജോസ് കെ മാണിയിലേക്ക് ഏൽക്കുന്ന വിധത്തിലായിരുന്നു പാല മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്ന് പറയുന്നത്. പുളിക്കക്കണ്ടം കുടുംബത്തിന് നിർണായക ശക്തികളാകാൻ പാല മുനിസിപ്പാലിറ്റിയിൽ സാധിച്ചു. ആ നിർണായക രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ഒടുക്കം അവർ ആ പുളിക്കക്കണ്ടം കുടുംബത്തിലെ ഇളമുറക്കാരി പാല മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തുകയാണ്. ജെൻസി പറയുമ്പോൾ നമുക്ക് പറയാം ജെൻസി കിഡാണ്. ഇനി ജെൻസി പാല മുനിസിപ്പാലിറ്റിയെ നയിക്കുകയാണ്. ജോസ് കെ മാണിയിലൂടെ വലിയ മുന്നേറ്റം വന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് പാല എന്ന് പറയുന്നത്. ആരോപണ വിധേയനായിരുന്നു എല്ലാ കാലത്തും ജോസ് കെ മാണി, ഈ നമ്മുടെ മുൻ മന്ത്രി KM മാണി എന്നുള്ളത് നമുക്കറിയാം. മാണിയിലൂടെ വലിയ വികസനം വന്നു പാലയിൽ എന്നുള്ള കാര്യത്തിൽ ആ പാലക്കാർക്ക് വലിയ സംശയം ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ വികസനങ്ങൾ നല്ലോണം നടന്നിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് മുനിസിപ്പാലിറ്റികളെയൊക്കെ സംബന്ധിച്ച് മാണിയുടെ മണ്ഡലം എന്ന് പറയുമ്പോൾ വികസനം നടന്നതായി തന്നെയാണ് അവിടുത്തെ പാല നിവാസികളൊക്കെ തന്നെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ലൊരു മുന്നേറ്റം മാണി സാറിൻ്റെ പാല എന്നുള്ളത് ഒരു കാലത്ത് വലിയ രീതിയിൽ പ്രശസ്തമായിരുന്നു. പിന്നീട് അത് ജോസ് കെ മാണിയിലൂടെ അത് മികച്ച രീതിയിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ള ചില വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വേര് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കോട്ടയത്തിലെ പാല മുനിസിപ്പാലിറ്റി ഇനി അങ്ങോട്ട് നയിക്കാൻ പോകുന്നത് ഒരു ജെൻസി കിഡാണ്. ജെൻസി കിഡ് എന്ന് നമുക്ക് കിഡ് എന്ന് പറയുമ്പോൾ ആ വാക്കിനെ നമ്മൾ വല്ലാതെ കൊച്ചാക്കി കാണേണ്ട കാര്യമില്ല. ജെൻസി ഒരു പുതിയ ജനറേഷൻ, അല്ലെങ്കിൽ ഈ ഒരു Z ജനറേഷൻ ആണ് ഇനി പാല മുനിസിപ്പാലിറ്റി നയിക്കാൻ പോകുന്നത്. ഒരുപാട് വികസന ആശയങ്ങൾ ദിയയുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് പല പ്രതികരണത്തിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമായത്. പാലയെ ഇനി ദിയ നയിക്കാൻ പോവുകയാണ്. ദിയ നയിക്കുന്ന പാലയാണ് ഇനി അങ്ങോട്ട് ഉള്ളത്. പുളിക്കക്കണ്ടം കുടുംബ
കുടുംബത്തിൻ്റെ നാടകീയ നീക്കങ്ങളുടെ ഒപ്പം ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വ്യവസ്ഥകളിൽ. അല്ലെങ്കിൽ ദിയ പുളിക്കക്കണ്ടത്തിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം മത്സരിപ്പിക്കുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഒരു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനം കൂടി ബിനു പുളിക്കക്കണ്ടം അല്ലെങ്കിൽ സഹോദരൻ ബിനു പുളിക്കക്കണ്ടത്തിനോ നൽകണമെന്നുള്ള ഒരു വ്യവസ്ഥയൊക്കെ ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുന്നണികൾ ആ മുന്നണി UDF മുന്നണി അതിനനുസരിച്ചുള്ള തീരുമാനമുണ്ടാകുന്നത്. എന്തായാലും UDF മുന്നണി അവിടെ കയറുകയാണ്, അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദിയ ബിനു പുളിക്കക്കണ്ടമാണ് പാലാ മുനിസിപ്പാലിറ്റി ഇനി അങ്ങോട്ട് നയിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള ആ ഒരു നീക്കം, ഇനി അങ്ങോട്ട് ജെൻസി ഭരിക്കുന്ന പാല എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എത്തരത്തിലായിരിക്കും ദിയയുടെ ആ ഒരു ഭരണം എന്നുള്ളതൊക്കെ ഇനി അങ്ങോട്ട് നമുക്കറിയാൻ സാധിക്കും. എന്തായാലും ദിയ പുളിക്കക്കണ്ടം സത്യപ്രതിജ്ഞ ചെയ്ത് ചെയർപേഴ്സണായി പാല മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായി അധികാരമേറ്റിരിക്കുന്നു. 14 വോട്ട് നേടിയാണ് വിജയം. 10 പേരായി UDF കൗൺസിലർമാർ, ഒപ്പം ദിയ അടക്കമുള്ള ഈ മൂന്ന് പേർ, ബിനു പുളിക്കക്കണ്ടം ഒപ്പം സ്വതന്ത്രരായി ജയിച്ച ഈ 4 പേർ, പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരും സ്വതന്ത്രയായി ജയിച്ച മായ രാഹുലും ഉൾപ്പെടെയുള്ള അവരുടെ പിന്തുണ ലഭിച്ചുകൊണ്ടാണെന്നുള്ളത് തന്നെ മനസ്സിലാക്കുന്നു. 14 പേരുടെ വോട്ട് നേടിയാണ് ഇപ്പോൾ ദിയ പുളിക്കക്കണ്ടം പാലാ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അധികാരമേറ്റിരിക്കുന്നത്.